ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമവചന ധ്യാനം ക്ലാസ് 49. ഉത്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. കായീൻ്റെ സന്തതികളുടെ സുഹൃതക്ഷയം. കായീൻ യാഹ്വയുടെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ തൻ്റെ ഭാര്യയെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹനോക്കിനെ പ്രസവിച്ചു. കായീൻ ഒരു നഗരം പണിത് അതിന് തൻ്റെ പുത്രനായ ഹനോക്കിൻ്റെ പേര് നൽകി. ഹനോക്ക് ഈരാദിൻ്റെ പിതാവായി. ഈരാദിന് മെഹുയായേൽ ജനിച്ചു. മെഹുയായേൽ മെത്തുശായേലിനെ ജനിപ്പിച്ചു. മെത്തുശായേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദ യാബാലിനെ പ്രസവിച്ചു. കൂടാരവാസികളുടെയും പശുപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ല തൂബാൽ കായനെ പ്രസവിച്ചു. ചെമ്പുപണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു തൂബാൽ കായൻ. നാമ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു തൂബാൽ കായന്. കായീൻ യാഹ്വയുടെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഏദന് കിഴക്കുള്ളൊരു സ്ഥലം നോദ്. അലയുന്നവൻ്റെ ഭൂമി എന്നാണ് ആ നോദ് എന്ന വാക്കിനർത്ഥം. അലയുന്നവൻ്റെ ഭൂമി, നാടോടികളുടെ പാർപ്പിടം അല്ലെങ്കിൽ നാടോടികളുടെ വാസസ്ഥലം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നാദ് എന്ന വാക്കിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അതിൽ നിന്ന് നോദ്. നാടോടികളുടെ ആദ്യ രൂപമായിട്ട്, ജിപ്സികളുടെയൊക്കെ ആദ്യ രൂപമായിട്ട് കായീനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. കായീൻ തൻ്റെ ഭാര്യയെ പ്രാപിച്ചു. ബൈബിളിൽ വളരെ പ്രയാസമേറിയ ഒരു തിരുവചന ഭാഗമാണിത്. കായീൻ ആരെയാണ് കല്യാണം കഴിച്ചത്? പലരും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. കായീൻ തൻ്റെ ഭാര്യയെ പ്രാപിച്ചു. കായീൻ കല്യാണം കഴിച്ചത് ആരാണ് കായീൻ്റെ ഭാര്യ? 2 തരത്തിലാണ് ഇതിന് വ്യാഖ്യാനം നൽകുന്നത്. ഒന്ന്, ആദാമിൻ്റെയും ഹവ്വയുടെയും ഒരു മകളായിരുന്നിരിക്കാം. ആദാമിൻ്റെയും ഹവ്വയുടെയും മകളായിരിക്കാം. അതായിരിക്കാം കായീൻ്റെ ഭാര്യ. സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവിക ഒരു ചോദ്യം വരും. ഇത്തരമൊരു ചോദ്യം നമ്മുടെ വീക്ഷണകോണിലാണ്. നാം ബൈബിളിൽ കാണുന്നതോ ഭൂമിയിലെ മനുഷ്യർ ജീവിക്കാൻ ആരംഭിച്ച കാലത്തുള്ള സംഗതിയാണ്. 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷം വർഷം മുമ്പുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പുള്ളത് കാര്യങ്ങളാണ് ഈ പറയണേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സമുദായത്തിലുള്ള കാര്യം വെച്ചിട്ട് അന്നത്തെ കാര്യം ചർച്ച ചെയ്ത് ശരിയാകത്തില്ല. അപ്പോൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ച കാലത്തെ കാര്യമാണ്, ആ ആരംഭകാലത്തെ കാര്യങ്ങളാണ് പറയണത്. അക്കാലത്ത് ഇപ്പം നമ്മൾ കാണുന്ന പോലെ അഗമ്യ ഗമനം, ഇൻസെസ്റ്റ് പോലുള്ള ആ നിയമങ്ങളൊന്നും പ്രാബല്യത്തിലുണ്ടായിരുന്നില്ല. അതായത് സഹോദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമമൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അബ്രഹാം പോലും അർദ്ധ സഹോദരിയാണ് കല്യാണം കഴിച്ചത്. സാറ അർദ്ധ സഹോദരിയാണ്. ഈ അമ്നോൻ, അബ്ശലോം ദാവീദിൻ്റെ മകൻ. അമ്നോൻ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. ഈ അമ്നോൻ്റെ സഹോദരിയായിരുന്നു താമാർ. അതായത് അമ്നോൻ എന്ന ആദിജാതൻ, ഈ ദാവീദിൻ്റെ ആദിജാതനെ അമ്നോൻ്റെ അർദ്ധ സഹോദരി, സ്റ്റെപ്പ് സിസ്റ്റർ ആയിരുന്നു താമാർ. അവളെ ബലാത്കാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം അവൾ മുട്ടുകുത്തി പറയുന്നുണ്ട്, ഇപ്പോഴും എന്നെ കല്യാണം കഴിക്കുക. അത് അന്ന് സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററും തമ്മിൽ കല്യാണം കഴിക്കാൻ ദാവീദിന്റെ കാലത്ത് BC 1000 അനുവാദം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്നതും ഈ ബ്ലഡ് റിലേഷനിൽ രക്തബന്ധത്തിൽ 4ാം തലമുറ വരെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന നിയമങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ അക്കാലത്ത് ഇങ്ങനൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ സാധ്യതയില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ കായീൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് ആദാമിൻ്റെയും ഹവ്വയുടെയും മകളായിരുന്നിരിക്കാം. ആദാമിനും ഹവ്വയ്ക്കും ഒരുപാട് മക്കളുണ്ടായിരുന്നല്ലോ. ഒരു മകളായിരുന്നിരിക്കാം കായീൻ്റെ ഭാര്യ, ഒരു സാധ്യത. 2ാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് ആദം, ഹവ്വ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ മനുഷ്യ സമുദായത്തെയാണ്. ആദം എന്ന വാക്ക് 2 തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പേരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മനുഷ്യവംശം, മനുഷ്യവർഗം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മനുഷ്യ സമുദായത്തെയാണ് ആദം, ഹവ്വ എന്ന് പറയുന്നത്. വ്യക്തികൾ തന്നെ ആകണമെന്നില്ല, കാരണം അങ്ങനെ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആദം എന്ന വാക്ക് വ്യക്തികളുടെ പേരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്നതിനുള്ള ഹീബ്രു വാക്കാണ് ആദാം. മനുഷ്യൻ, ഒരു മനുഷ്യനല്ല, മനുഷ്യർ. അപ്പോൾ ആ അർത്ഥത്തിൽ ആണെങ്കിൽ പല ആളുകളുള്ള, പല പുരുഷന്മാരും പല സ്ത്രീകളുമുള്ള ആദ്യ സമുദായം, ആ അർത്ഥത്തിലാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിൽ ആരുടെയെങ്കിലും മകളായിരുന്നിരിക്കാം കായീൻ്റെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ സഹോദരിയാകില്ലല്ലോ. ഏതായാലും ആദ്യത്തെ വ്യാഖ്യാനം ആണ് കൂടുതൽ സ്വീകാര്യം. അപ്പോൾ കായീൻ ആരെയാണ് കല്യാണം കഴിച്ചത് ഇതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്.
ഈ കായീൻ ഭാര്യയെ പ്രാപിച്ച് ഗർഭം ധരിച്ച് ഹനോക്കിനെ പ്രസവിച്ചു. ഹനോക്ക് എന്ന നാമത്തിന് സമർപ്പിക്കുക, തുടക്കം കുറിക്കുക, പ്രാരംഭകത്വം, ഉപനയനം, ഇനീസിയേഷൻ, പ്രതിഷ്ഠിക്കൽ, കോൺസെക്രേഷൻ എന്നൊക്കെ അർത്ഥമുണ്ട് ഹനോക്ക് എന്ന വാക്കിന്, ആ നാമത്തിന്. ഈ ഹനോക്ക് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഇല്ലേ, അവനെ പിന്നെ ആരും കണ്ടില്ല, ദൈവം അവനെ എടുത്തെന്ന് പറഞ്ഞ ആ ഹനോക്കല്ല. ഇത് കായീൻ്റെ മകനായ ഹനോക്കാണ്. ഈ ഹനോക്കിൻ്റെ ജനനം കായേന് പുതിയൊരു ആരംഭമാണ്. ഈ കൃപ എന്ന അർത്ഥമുള്ള ഹേൻ എന്ന വാക്കിൽ നിന്നാണ് ഹനോക്ക് എന്ന നാം ഉത്ഭവിച്ചെന്ന് ഒരു വ്യാഖ്യാനം ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതായത് കായീനൊരു മകന് ജനിക്കുമ്പോൾ അവൻ ദൈവകൃപ അവന് വീണ്ടും കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു. സഹോദരൻ ഹാബേലിനെ കൊന്ന് കൃപയിൽ നിന്നൊക്കെ ഇങ്ങനെ പോയെങ്കിലും ദൈവം ക്ഷമിച്ച് അവന് വീണ്ടും ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഹേൻ എന്ന വാക്കിൽ നിന്നാണ്, ഹേൻ എന്ന് വെച്ചാൽ കൃപ എന്നർത്ഥം, ആ വാക്കിൽ നിന്നാണ് കായീൻ എന്ന വാക്കുണ്ടാകുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. പിന്നെയുള്ള ചില പേരുകളുടെ അർത്ഥം ഞാൻ പറയാം. ഈരാദ് ഇല്ലേ, ഹനോക്കിനെ കൂടാതെ ഈർ എന്ന് പറഞ്ഞാൽ പട്ടണം. ഈ കായീനൊരു പട്ടണം പണിതുകൊണ്ടിരിക്കുകയാണ്, അതിനെ ഹനോക്ക് പേരിട്ടു. പട്ടണങ്ങൾ പണിയാണ് കായീൻ. അപ്പോൾ മറ്റൊരു പട്ടണത്തിന് ഈരാദ് എന്ന് പേരിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈർ എന്ന് പറഞ്ഞാൽ പട്ടണം. അപ്പോൾ പട്ടണം പണിതുകൊണ്ടിരിക്കുന്ന കായീൻ മകന് ഈരാദ് എന്ന് പേരിട്ടു. പട്ടണ നിവാസി എന്നർത്ഥം വരാം. പൗരൻ എന്ന് അർത്ഥം. പട്ടണ നിവാസി വെച്ചാൽ പൗരൻ. അപ്പോൾ ഈരാദ് എന്ന വാക്കിന് പട്ടണ നിവാസി എന്നോ പൗരൻ എന്നോ അർത്ഥം വരാം. പിന്നൊരു ഇങ്ങനെ കായീൻ്റെ സന്തതി തലമുറ പറയാണല്ലോ, മെഹുയായേൽ. ദൈവാഭിഷ്ടൻ എന്നാണ് അതിൻ്റെ ആക്ഷരികം. ദൈവം ആവേശിച്ചവൻ, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ, ദൈവത്തിന് അടി കിട്ടിയവൻ എന്നൊക്കെ അതിന് അർത്ഥം വരാം. പിന്നെ ഒരു ആളുടെ പേരാണ് മെത്തുശായേൽ. ദൈവത്തിൻ്റെ വീരൻ, ദൈവത്തിൻ്റെ ആള് എന്നൊക്കെയാണ്, ദൈവത്തിൻ്റെ യോദ്ധാവ് എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം, മെത്തുശായേൽ. പിന്നെ ലാമക്ക് ശക്തൻ എന്നർത്ഥം. ലാമക്കിന് 2 ഭാര്യമാര്. ആഭരണം എന്നാണ് ആദ എന്ന വാക്കിനർത്ഥം. സില്ല എന്ന് പറഞ്ഞാൽ നിഴൽ എന്നർത്ഥം. പിന്നെ യാബാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട്, നാമമുണ്ട്. ആട്ടിൻകുട്ടത്തെ നയിക്കുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം, യാബാൽ. യൂബാൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ജൂബിലി വരുന്നത്. യൂബാൽ കാഹളം മുഴക്കുക എന്നർത്ഥം. ഈ ലോഹങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന കരുവാനാണ് തൂബാൽ. യഹസ്കേലിന്റെ പുസ്തകം 27:13 അത് കാണുന്നുണ്ട്. ഈ കായൻ എന്ന വാക്കിനോട് ചേർത്ത് തൂബാൽ എന്ന് വെച്ചാൽ കരുവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ തൂബാൽ കയ്യൻ. മറ്റ് ചില സെമിറ്റിക് ഭാഷകളിൽ, അക്കാഡിയൻ തുടങ്ങിയുള്ള സെമിറ്റിക് ഭാഷകളിൽ കള്ളൊപ്പിടുന്നവൻ എന്നൊരു അർത്ഥം ഈ കായനുണ്ടെന്ന് പറയുന്നുണ്ട്. നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നാമ എന്നതിന് സുന്ദരി, സുശീല എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4:16 മുതൽ 24 വരെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? കായീൻ്റെ പിൻതലമുറക്കാർ സാങ്കേതികമായി പുരോഗതി പ്രാപിച്ചു, പക്ഷേ ധാർമ്മികമായി അധപതിച്ചു. ഈ കരണ്ട് വന്ന നാട്ടിലുണ്ടാകുന്ന തിന്മകൾ എന്ന് പറഞ്ഞിട്ട് ചില സിനിമകൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. തീമണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഇല്ലേ, അത് ഉപയോഗിക്കുന്നു, എന്നിട്ട് ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ട് പുരോഗതി പ്രാപിക്കുന്നു, പക്ഷെ അതേസമയം ധാർമ്മികമായിട്ട് അധപതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കായീൻ്റെ പിൻതലമുറക്കാർ നഗരവൽക്കരണത്തിൻ്റെ അഗ്രഗാമികളായിരുന്നു. 4:17 പട്ടണം പണിയുന്നു. 4:17 ഉൽപ്പത്തി 4:17. കാർഷിക സംസ്കൃതി കണ്ടുപിടിച്ചവർ അവരാണ്. അതായത് നാടോടികളായി കഴിഞ്ഞിരുന്നവർ പിന്നെ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമായി കാർഷിക വൃത്തി അത് കണ്ടുപിടിച്ചത് അവരാണ്. 4:20 ഉൽപ്പത്തി 4:20. ഉപകരണ സംഗീതത്തിൽ മുമ്പേ നടന്നവരാണവർ അല്ലേ. വേണുക്കെ വായിക്കുന്നത് ഉപകരണ സംഗീതം. നമ്മളിപ്പോഴൊക്കെയാണ് പലപ്പോഴും ഉപകരണ സംഗീതമൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, കുറേ കൂടി അതിലേക്ക് ആകൃഷ്ടരായി നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ളൂ നമുക്ക് അതിൽ ഇങ്ങനെ എന്താ പറയുക, അത്രയും മാത്രം അതിൽ താല്പര്യം വന്നു തുടങ്ങിയിട്ട്. ഇവർ ഉപകരണ സംഗീതത്തിൽ അത്രയും അഗ്രഗണ്യരാണ് ഈ കായീൻ്റെ സന്തതികൾ. 4:21. വെങ്കലം, ഓട്, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള ജോലികളിൽ വളരെ വൈദഗ്ധ്യമുള്ളവരായിരുന്നു കരുവാന്മാർ, കൊല്ലന്മാർ, തട്ടാന്മാർ. ഇവരൊക്കെ ഈ കായീൻ്റെ സന്തതി പരമ്പരകളാണ്. 4:22. അതേസമയം ഇങ്ങനെയൊക്കെ ഇവർ വലിയ വികസനത്തിൻ്റെ ആളുകളാണെങ്കിലും
ആദ്യത്തെ കൊലപാതകികളും അവരാണ്. 4:23. ആദ്യം ബഹുഭാരിത്വം ശീലിച്ചവരും അവരാണ്. 4:19. പക വീട്ടാനായി അക്രമത്തിലേക്ക് തിരിയുന്നവരും അവർ തന്നെയാണ്. 4:23, 24. ലാമക്കൻ്റെ 70 ഇരട്ടി പ്രതികാരം, 7 ഇരട്ടി പ്രതികാരം കായൻ്റേത്, ലാമക്കിൻ്റെത് 70 ഇരട്ടി പ്രതികാരം പക വീട്ടാനായിട്ട് അക്രമത്തിന് ഒരു അതിരില്ലാതെ പോകുന്നവർ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്? ബൈബിളിലെ തുടക്കത്തിലേ പറയണേ കേട്ടോ, 4-ാമത്തെ അധ്യായം. ശാസ്ത്ര സാങ്കേതിക വിദ്യയോ വികസനമോ പുരോഗമനമോ ഇതൊന്നും തിന്മയാണെന്ന് ബൈബിൾ പറയുന്നില്ല. അത് തിന്മയാണെന്ന് സ്ഥാപിക്കാനല്ല ഇതൊന്നും പറഞ്ഞിരിക്കുന്നത്. മതപരമായ കടമകൾക്കെതിരാണ് ഇതൊന്നും സൂചന പോലും ഇല്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ചിന്ത പോലും ഈ മോശയ്ക്കില്ല. മോശ ഇത് എഴുതിയപ്പോൾ അതിന് ഇല്ല. മറിച്ച് വേദത്താളുകൾ കായൻ്റെ വംശാവലി ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന് അല്ലേ, അവർ വികസനത്തിൻ്റെ പാതയിലാണ്, പക്ഷേ ധാർമ്മികമായിട്ട് അധപതിക്കുന്നു. ഇത് അവതരിപ്പിക്കുന്ന ലക്ഷ്യം ഇതാണ്. ഭൗതികമായി സംസ്കൃതിയുടെ വളർച്ച കൊണ്ടുവരുന്നത് പലപ്പോഴും ധാർമ്മികവും ആത്മീകവുമായ തളർച്ചയാണ്. ഭൗതികമായ സംസ്കൃതിയുടെ വളർച്ച, നമ്മൾ പറഞ്ഞ വികസനം അല്ലെങ്കിൽ പുരോഗമനം, പലപ്പോഴും ധാർമ്മികമായി ആത്മീയമായി തളർച്ചയാണ്. സുഹൃതക്ഷയം. മാനുഷിക നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന സംസ്കൃതി ദൈവത്തെ മറക്കാനും ദൈവത്തുള്ള കടമകൾ വിസ്മരിക്കാനും സാധ്യത കൂടുതലാണ്. നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനായി മറ്റുള്ളവരെ കൊന്നു തള്ളാനും അവർക്ക് മടിയുണ്ടാകില്ല. ഇനി 2 അധ്യായം കൂടി കഴിഞ്ഞാൽ മഹാപ്രളയം വർണ്ണിക്കാനായിട്ട് ഇരിക്കുകയാണ് മോശെ. അപ്പോൾ മഹാപ്രളയം ഉണ്ടാകാനുള്ള കാരണങ്ങൾ സാവകാശം അവതരിപ്പിക്കുകയാണ് ഈ രചയിതാവായ മോശെ. അപ്പോൾ വെറുതെ ഉണ്ടായതല്ല മഹാപ്രളയം. ഈ വികസനം പുരോഗമനം എന്നെല്ലാം പറഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കുകയും മനുഷ്യരെ അക്രമത്തിലൂടെ അതൊക്കെ ചെയ്യുമ്പോൾ, തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ പിന്നൊരു ശുദ്ധീകരണം വേണ്ടി വരികയാണ്. ദൈവത്തിന് മുമ്പിൽ മറ്റ് ചോയ്സ് ഇല്ലാതെ വരികയാണ്. അത് അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് ഈ രചയിതാവായ മോശെ. ഞാൻ ആവർത്തിക്കുക, ശാസ്ത്രം നല്ലതാണ്, സാങ്കേതിക വിദ്യ നല്ലതാണ്, വിദ്യ വേണം, വിദ്യാഭ്യാസം വേണം, പുരോഗമനം വേണം, വികസനം വേണം. പക്ഷേ നമുക്കറിയാലോ, ചില വികസനങ്ങളുടെയും പുരോഗമനങ്ങളുടെയും പേരിൽ എന്തുമാത്രം അഴിമതിയും അക്രമവുമാണ് നടക്കുന്നത്. എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അക്രമങ്ങളും കൊലപാതകവും ഒക്കെ ചെയ്യുന്ന എന്തുമാത്രം മനുഷ്യനാണ്. അപ്പോൾ ദൈവത്തെ മറക്കുക, മനുഷ്യരെ മറക്കുക, മനുഷ്യർ കടമകളെ മറക്കുക, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുക, ഇതൊന്നും വികസനമല്ല, പുരോഗമനമല്ല. അതുകൊണ്ട് ഈ പുരോഗമനത്തിൻ്റെയും വികസനത്തിൻ്റെയും പേര് പറഞ്ഞ് പ്രകൃതിയെയും മനുഷ്യരെയും മറ്റുള്ളവരെയും ദൈവത്തെയും എല്ലാം മറന്ന് പ്രവർത്തിക്കുക, ദൈവത്തിനെതിരെയും മനുഷ്യർക്കെതിരെയും പ്രകൃതിക്കെതിരെയും അക്രമങ്ങൾ ചെയ്യുക, അതൊന്നും പാടില്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. ഒരു ഉപദേശവും ഒരു ആഹ്വാനവും മുന്നറിയിപ്പൊക്കെ നൽകുകയാണ് മോശെ. വളരെ നല്ല ഒരു സന്ദേശമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ, ബൈബിളിലെ തുടക്കത്തിൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കത് വളരെ സീരിയസ് ആയിട്ട് തന്നെ, ഇതിപ്പം നമുക്ക് സർക്കാരുകളെ കുറ്റപ്പെടുത്താം, സംഘടനകളെ കുറ്റപ്പെടുത്താം, ലോകക്രമത്തെ കുറ്റപ്പെടുത്താം. നമുക്ക് നമ്മുടെ കുടുംബത്തിലും ഇതൊക്കെ നോക്കാം. ഇപ്പം നമുക്കൊരു ഒരു 1/2 കിലോമീറ്റർ പോയിട്ട് സംഗതികൾ വാങ്ങിച്ചുകൊണ്ട് വരണം. ബൈക്ക് എടുക്കാതെ പോകാം, കാർ എടുക്കാതെ പോകാം, നടന്നു പോകാം. ഒരുപാട് വെയിറ്റുള്ള സംഗതിയിൽ കൊണ്ടുവരെങ്കിൽ വണ്ടിക്ക് എടുത്തോ, കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് നടന്നു പോകാം. അത്രയും ഫ്യൂവൽ കുറഞ്ഞു, അത്രയും പ്രകൃതിയെ ചൂഷണം ചെയ്യൽ കുറഞ്ഞു, നമുക്കൊരു എക്സർസൈസ് ആയി. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വായു മലിനീകരണത്തെക്കുറിച്ച്, അല്ലെ, വായു മലിനീകരണം ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നവർ ചർച്ച ചെയ്തിങ്ങനെ സിഗരറ്റും വലിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിഗരറ്റ് ഒഴിവാക്കിയാൽ അത്രയും മലിനീകരണം കുറയും, അത്രയും ക്യാൻസർ കുറയും. ഈ പാസീവ് ക്യാൻസറാണ് കൂടുതൽ നാട്ടിൽ പറയണത്, നാട്ടിലല്ല ലോകത്ത്. അതായത് വലിക്കുന്നവർക്കല്ല, ആ വലി മൂലം ഉണ്ടായിട്ട് കൂടെയുള്ളവർക്കാണ് ക്യാൻസർ വരുന്നത്. വലിക്കുന്നവർക്ക് ക്യാൻസർ പലപ്പോഴും വരുന്നില്ല, കൂടെയുള്ളവർക്ക് ക്യാൻസർ വരുന്നു. കാരണം എന്താ, ഈ പുക പകുതിയിലധികം 3/4 ഭാഗം പുറത്തേക്ക് പോകണേ. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് സ്വയം അച്ചടക്കം കൊണ്ടുവരാം. ഞാൻ ആവർത്തിക്കുകയാണ്, വിദ്യാഭ്യാസം, വികസനം, പുരോഗമനം ഒക്കെ വേണം. പക്ഷേ അതെല്ലാം ഈ പ്രകൃതിയെയും നമ്മെയും ദൈവത്തെയും എല്ലാം ആക്രമിച്ചിട്ടല്ല ഉണ്ടാകേണ്ടത്. അതാണ് മോശെ നമ്മളോട് പറയുന്നത്, രചയിതാവ് നമ്മളോട് പറയുന്നത്, ദൈവം നമ്മോട് പറയുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.